അതെ. ഇതെന്തോന്ന് വേഷം? നേരത്തെ വന്നപ്പോൾ കുടുംബിനായിട്ട് സാരിയൊക്കെ കൊടുത്തോണ്ട് വന്നതല്ലേ? ഇതിപ്പോ എന്തോന്ന് ആൺപിള്ളേരെ ഷർട്ടൊക്കെ ഇട്ടോണ്ടിരിക്കുന്നത്? ഞാൻ സാരി മാത്രമല്ല എല്ലാ ഡ്രസ്സും ഇടും. കൂടുതലും മോഡേൺ ഡ്രസ്സാണ് ഇടുന്നത്. ഈ ഡ്രസ്സിൽ എന്നെ കാണാൻ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അയ്യോ, അതൊക്കെ എന്തിനാ എൻ്റെ അടുത്ത് ചോദിക്കണേ? ചുമ്മാ പറയുന്നേ. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും രാഗമേ. നിങ്ങളെന്തിനാ ഈ പാട്ടൊക്കെ പാടുന്നത്? എനിക്ക് ഇയാളെ കണ്ടപ്പോൾ ഈ പാട്ട് പാടാനാണ് തോന്നിയത്. അയ്യേ അയ്യാ ആൻറ്റി, ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ഉദ്ദേശിച്ച കണക്കുള്ള പയ്യനല്ല ഞാൻ. ദേ ജയ, ഞാൻ വന്നപ്പോഴേ പറഞ്ഞു എന്നെ ആൻറ്റി എന്ന് വിളിക്കരുതെന്ന്. എന്നാ മാഡം ഉദ്ദേശിക്കുന്ന തരത്തിലുള്ളൊരു പയ്യനല്ല ഞാൻ. എനിക്ക് കല്യാണം കഴിഞ്ഞു. എൻ്റെ ഭാര്യയുടെ പേര് രുക്കു എന്നാണ്. ഇതൊക്കെ എന്തിനാ എന്നോട് പറയണം? എൻ്റെ മുഖത്ത് നോക്കി പാട്ട് പാടിയോണ്ട്. ശരി, ഇനി ഞാൻ പാട്ട് പാടുന്നില്ല. ശരി, ജയൻ എന്തിനാ വന്നേ? എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അവിടെ നിന്ന് ഉത്തരം പറഞ്ഞാൽ ഇങ്ങോട്ട് വരണ്ട. ചോദ്യം നമ്പർ 1, നിങ്ങൾ പിങ്കിമോളുടെ ആൻറ്റി തന്നെയാണോ? അതെ. ചോദ്യം നമ്പർ 2, നിങ്ങൾ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? പിങ്കിമോളെ കാണാൻ. നിങ്ങൾ ഇങ്ങനെ ഉത്തരം പറയണം. നേരെ സംസാരിക്കാറിനൂടെ. ഞാൻ ഈ ഡ്രസ് ഇട്ടാൽ ഇങ്ങനെയാ. എന്നാ പിന്നെ ഈ ഡ്രസ് ഇടായിരുന്നാ പോരെ? ഞാൻ പോണോ? ഇത് ശരിയാവൂല. അയ്യോ പോവല്ലേ. ഹേമ ഏറ്റെടുത്ത ജോലി പൂർത്തിയാക്കിയിട്ടേ ഹേമ ഇവിടുന്ന് പോകും. പോയാരെന്താ മാമ ചോദിച്ചാ? എന്താ ഞാൻ അവരെ ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ചു കളഞ്ഞില്ലേ? എന്നിട്ട് അമ്മാവന്റെ മുഖമുള്ള പേടിച്ചിട്ടിരിക്കുന്നത്. അത് പിന്നെ ഞാൻ ഭീഷണിപ്പെടുത്തിയപ്പോൾ അവര് കരഞ്ഞുപോയി. അയ്യോ, എന്നാ പിന്നെ ഒരു താരാട്ട് പാട്ട് പാടി അങ്ങോട്ട് ഉറക്കായിരുന്നില്ലേ പുള്ളിക്കാരിനെ? പാട്ട് അവർ പാടി. എന്താ? അല്ല, ഈ വിഷമിച്ചിരിക്കുന്നവരെ നമ്മൾ താരാട്ട് പാട്ടൊക്കെ പാടുന്ന മോശമല്ലേ? അതിരിക്കട്ടെ, എന്താ കാര്യം എന്താന്ന് പറഞ്ഞ? ആര്? ഇപ്പൊ എന്തിനാ പോയത്? അത് തന്നെ പിങ്കിയുടെ ആന്റി തന്നെ. അവര് നമ്മൾ വിചാരിച്ച പോലെ വേറെ പ്രശ്നക്കാരിയൊന്നും അല്ല. ഉറപ്പാണോ? ആ. പിന്നെ അവരെന്തിനാ ഞാൻ കേട്ടപ്പോ അങ്ങനെ വർക്കിംഗ് അത് പിന്നെ അവരെ അത് ഓഫീസിൽ ജോലിയിടായിരിക്കും. അപ്പൊ അവരെ കാര്യങ്ങൾ പറഞ്ഞതാണ്. ഓ, വേറെ കുഴപ്പമൊന്നുമില്ല. അവരെന്നാ പോന്നേന്ന് വല്ലതും പറഞ്ഞ? നാളെ പോവായിരിക്കും. നാളെ പോവായിരിക്കോ? അല്ല, നാളെ പോവും. എന്തിനെങ്കിലും കാര്യത്തിനൊരു വ്യക്തത ഉണ്ടാ? നാളെ പോവും. കാര്യം അവര് തമ്മിൽ കണ്ടിട്ട് കുറേ വർഷങ്ങളായി. അപ്പം അതുകൊണ്ട് സഹോദരൻ്റെ മോളെ കണ്ടപ്പോൾ ഒരു ദിവസം കിടക്കണമെന്ന് പറഞ്ഞ് ഇന്ന് നിന്നതാണ്. നാളെ പോവും, ഉറപ്പായിട്ട് പോവും. പോയാ കൊള്ളാം. പോവും. വേറെ നമ്മൾ വിചാരിച്ചോല. ശരി ശരി, അമ്മാൻ എന്തോ ഒരു മിസ്റ്റേക്ക് ഫീൽ ചെയ്യാം. ഒന്നുമില്ല. ചായ വേണമായിരുന്നോ? വേണ്ട, മോള് കുടിച്ചോ.